ഹായ്. എൻ്റെ ഫിയർ ഓഫ് ഹൈറ്റ്സിനെ കുറിച്ച് ഒരു 2 മിനിറ്റ് ഞാൻ സംസാരിച്ചോട്ടെ. എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ ഗോവൻ ട്രിപ്പിൻ്റെ 4ാമത്തെ ദിവസവും നമ്മുടെ ഫൈനൽ ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നതും ആണ്. അപ്പം നിങ്ങളെ കാണിച്ചു തന്ന എൻ്റെ ബാക്കിൽ കാണുന്ന ആ കെട്ടിടം കണ്ടോ, അതിൻ്റെ മേളിൽ നിന്ന് താഴത്തേക്ക് കാലയിലൊരു സാധനമൊക്കെ കെട്ടിട്ടെടുത്ത് ചാടുക എന്നുള്ള പരിപാടി, ബംഗി ജമ്പിങ് എന്നൊക്കെ അതിന് പേര് ഇവർ പറയുന്നു. ഇന്ന് ആ ലൈറ്റ് ഹൗസിൽ കയറുന്ന സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നു, അത് കയറാൻ എനിക്ക് പേടിയാണ്. പേടിയാ മാത്രമൊക്കെ അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ അത് ചെയ്തില്ലെങ്കിൽ ജന്മത്തിൽ ഞാൻ തിരിച്ചിറങ്ങുമ്പോ എനിക്ക് പേടിയാവും. മാത്രം ലൈറ്റ് ഹൗസിൽ കയറിപ്പോയി എനിക്ക് പേടിയാണ്. ഇത്രയും വീട്ടിലേക്ക് കയറുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല, അന്തസ്സായിട്ട് ഞാൻ കയറും. പക്ഷെ തിരിച്ചിറങ്ങുമ്പോൾ എനിക്ക് പേടിയാവും. ഒരുമാതിരി ഇങ്ങനെ അടുപ്പിച്ച് വെച്ചേക്കുന്ന സ്റ്റെപ്പല്ലേ. തിരിച്ചിറങ്ങുന്ന കാര്യം നമുക്ക് കയറാൻ തോന്നുന്നില്ല. മാത്രം പറയുന്നത് ഞാൻ ട്രൈ പോലും ചെയ്ത് നോക്കുന്നില്ലതാണ് ഉള്ളതാണ്. എന്നാലും ചപ്പോറ ബീച്ചിൽ നിന്ന് സംഭവിക്കുമ്പോഴത്തേക്കും അവിടുത്തെ 4, 3, 7 പടിയുടെ മേളിൽ ഞാൻ കയറി നിന്നിട്ട് ഞാൻ നേരെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കടൽ കണ്ടപ്പം മറ്റേ ബേർഡ്സിൻ്റെ ഒക്കെ ഐ വ്യൂ കാണത്തില്ലേ, അപ്പോഴത്തേക്ക് എൻ്റെ കാലൊക്കെ വിറച്ച് എൻ്റെ കൈയൊക്കെ തണുത്ത് അങ്ങനെ ഒരു പരുവത്തിനായിരുന്നു. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ വീടിൻ്റെ മച്ച് കയറാൻ എന്നെ കൊണ്ട് പറ്റും, പക്ഷെ എന്നെ കൊണ്ട് ഇറങ്ങാൻ പറ്റിയല്ല. എനിക്ക് മേളിൽ നിന്ന് താഴത്തേക്ക് പോകുമ്പോൾ എനിക്ക് പേടി വരും. അങ്ങനെയുള്ള ഞാൻ ഇങ്ങനെയൊരു പരിപാടി പണ്ടൊക്കെ എനിക്കിടുത്ത് വരെ മൂത്ത് നിന്ന കാലത്ത്, എന്ന് വെച്ചാൽ 3-4 വർഷമൊക്കെ മുമ്പ് വരെ ഞാൻ വിചാരിച്ചായിരുന്നു ഏതെങ്കിലും ഒരു കാലത്ത് ഗോവയിൽ വരുന്നുണ്ടെങ്കിൽ അന്ന് ചാടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ വിചാരിച്ച 2 വർഷത്തിനുള്ളിലൊക്കെ ഞാൻ വരുമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എനിക്കത് ചെയ്യാൻ എനിക്കൊരു ധൈര്യമായിട്ട് ഞാനിങ്ങനെ ഉള്ളിൽ ചെയ്യും രീതിയിൽ. പക്ഷെ കഴിഞ്ഞ ദിവസം ഇത് വീട്ടിൽ വെച്ച് മാത്രം ഇങ്ങനെ പ്ലാൻ പറഞ്ഞായിരുന്നു, നമുക്കിത് പോകുമ്പോൾ ഇത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വീട്ടിൽ നിന്നപ്പോൾ തന്നെ എന്നെ വിറയ്ക്കണം അത് കേട്ടിട്ട്. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് ഞാൻ ഇപ്പം ചെയ്തില്ലെങ്കിൽ ഇതിന് ഈ ജന്മത്തിൽ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നില്ല, ഒരിക്കലും ഞാൻ ചെയ്തില്ല. കാരണം എൻ്റെ പേടി കൂടി വരുന്നത് അത് കുറയുന്നില്ല. അപ്പം എനിക്കാണെങ്കിൽ ഇത് കുറച്ച് ഇങ്ങോട്ട് വണ്ടിയിലേക്ക് വന്നപ്പോൾ മൊത്തം ഞാൻ അത് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യണോ. കാരണം ഒരു പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യാതിരുന്നാലും പൈസ തിരിച്ചു തരത്തില്ല, പൈസ പോകും. പിന്നെ ഞാനിങ്ങനെ കാരണം കണ്ടെത്തിയതല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഇനിയിപ്പം ഈ നട്ടലിനൊക്കെ വല്ലതും പറ്റുമോ, ഇതൊക്കെ റീസണബിളായിട്ട് ഞാൻ ചിന്തിക്കുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചുമ്മാ കാലേ കിട്ടി താഴത്തേക്ക് ചാടുകയില്ല ചെയ്യുന്നത്. തിരിച്ചൊക്കെ പരിപാടി കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ വേണ്ടി പറ്റിയില്ലെങ്കിലോ, അതെനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പം മാത്തനോട് ഞാൻ എന്തെങ്കിലും ടെൻഷൻ പറഞ്ഞിട്ടുണ്ടെ മാത്രം പറയും, അപ്പോൾ ഇത്രയും കാലം ഈ ചാടിയേക്കുന്ന മനുഷ്യരുടെയൊക്കെ നട്ടലിന് എന്നെ പറ്റിയിട്ടുണ്ടോന്നു. എൻ്റെ നട്ടലിൽ പിന്നെ പൊതുവേ വീക്കാണ്, പേഷ്യൻസിനൊക്കെ എടുത്തും പൊക്കിയൊക്കെ അത് ഏറെക്കുറെ ദ്രവിച്ച് പരുവത്തിനായെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയും എല്ലാം കൂടി അങ്ങ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതങ്ങനെയായി. അപ്പം എൻ്റെ ഈ ഫിയർ ഓഫ് ഹൈറ്റ്സിൻ്റെ കൂടി ഇനിയിപ്പോൾ നട്ടലിന് വല്ലതും പറ്റുമെന്നുള്ള പേടിയും ഒരു കാരണമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ദൈവം ഇത് അടുത്തെത്തും തോറും എൻ്റെ നെഞ്ചിടിപ്പ് കൂടുക. അപ്പം ഞാൻ വിചാരിച്ചു ഇവരുടെ അടുത്ത് ജസ്റ്റ് ചോദിക്കാം, നട്ടലിന് വല്ലതും പറ്റുമോ എന്ന് ആദ്യം ചോദിക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടി പറ്റുമോ, ചെയ്ത് കഴിഞ്ഞാൽ എഴുന്നേറ്റ് നടക്കുമെന്നൊരു ഉറപ്പ് വല്ലതും ഉണ്ടോ. പൊട്ടിയൊന്നും താഴെ ഒന്നും ചാടത്തില്ല, കാരണം താഴെ ഇതെന്താ കടലോ കായലോ എന്താണ്ടാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ ചെയ്യാമല്ലേ. ചെയ്തെങ്കിൽ നിങ്ങളിനി അടുത്തത് കാണുന്ന എൻ്റെ വീഡിയോ ആയിരിക്കും. അങ്ങനെയല്ലെങ്കിൽ ഞാൻ ചെയ്തില്ലെന്ന് പറഞ്ഞു വരും. മാത്രം ചെയ്യാനുള്ള ആവേശം മൂത്തിട്ടാണെന്ന് തോന്നുന്നു, ആദ്യമേ പോകുന്നുണ്ട്. ഇതാണ് സ്ഥലം. ഇതിങ്ങനെ ഇതിൻ്റെ മേളിലൊരു ചെറിയ സെറ്റപ്പ് പോലെ കണ്ടിച്ചു, അതല്ല ഇവിടെ നിന്നാണ് നമ്മൾ എടുത്ത് താഴത്തേക്ക് കാണേണ്ടത്. ഞാനൊരു ചേട്ടനെ കിടത്താൻ ഞാൻ ചോദിച്ചു, ചേട്ടൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാൻ ഈ പരിപാടി ചെയ്തിട്ടില്ല, പക്ഷേ ചേട്ടൻ പലരും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ളത് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ കോളേജ് പിള്ളേരും അങ്ങനെയൊക്കെ വരുന്നവരൊക്കെ ഒരാൾ ചാടുന്നത് കണ്ടിപ്പോൾ ബാക്കിയുള്ള 5 പേര് ചാടുന്നില്ല എന്ന് തീരുമാനിച്ച് പോയിട്ടില്ല എന്നൊക്കെ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു. അപ്പം എനിക്ക് ഹൈറ്റ് കാണുമ്പോൾ തന്നെ പേടിയുടെ എങ്ങനെ ചാടി ഞാൻ കണ്ണടച്ച് വെച്ച് ചാടിയുണ്ടെങ്കിൽ എല്ലാം കാണാൻ പറ്റും. മാത്രം ടെൻഷൻ എന്താണെന്നറിയാമോ, അത് കണ്ണാടി മാത്രം സ്പെക്സ് ഫുൾ ടൈം യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ കണ്ണാടി ഊരി കഴിഞ്ഞാൽ മാത്രം ഒന്ന് കാണാൻ പറ്റിയല്ലോ. എനിക്ക് കാണാനുള്ളതല്ല, എനിക്ക് എൻ്റെ മേളിൽ ചാടാനുള്ള ധൈര്യം ഉണ്ടാകുന്നുള്ളതാണ് എൻ്റെ പേടി. ഹായ് ഹലോ, ഞാൻ എന്തായാലും ചാടാൻ തീരുമാനിച്ചു. ഇതെൻ്റെ വെയിറ്റാണ് 82.
Mata, you got guts. Matthews, you have got guts. You also. ഇപ്പൊ സമയം 3:30 എൻ്റെ ജമ്പൊക്കെ കഴിഞ്ഞു. എൻ്റെ അല്ല, എൻ്റെ മാത്തിൻ്റെയും ജമ്പൊക്കെ കഴിഞ്ഞു. ജമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം. എൻ്റെ ജമ്പിങ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് എക്സ്പീരിയൻസ് ചെയ്തേക്കാളും ചിലപ്പോൾ മാത്രമായിരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധ്യത. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇതിൻ്റെ തുമ്പത്ത് കൊണ്ട് നിർത്തും. അപ്പോൾ നമ്മുടെ കാലിൻ്റെ, ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് ഈ കൊച്ചു പെണ്ണുങ്ങൾ ഇങ്ങനെ ഈ താറാവ് നടക്കുന്ന പോലെ നടന്നു പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് മര്യാദയ്ക്ക് നടന്നുകൂടായിരുന്നു എന്ന്. പക്ഷെ ഇന്ന് എൻ്റെ കാലിൽ അത് കെട്ടിയിട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമുക്ക് അങ്ങനെയേ നടക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. കാരണം 2 കാലം നമ്മൾ ഗ്യാപ്പ് വരാതെ ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ കണ്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് വില കാണാശാലും താഴത്തേക്ക് നോക്കി പോയിട്ടുണ്ടെങ്കിൽ പരിപാടി തീരും. അപ്പോഴത്തേക്ക് ആ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു താഴത്തേക്ക് നോക്കണ്ട. പിന്നെ ഞാൻ കുറേ വട്ടം ചോദിച്ചു ഇതൊക്കെ ടൈറ്റാണോ, പോകുന്ന വഴിക്ക് കണ്ടുപിടിക്ക് പോകും. അപ്പോൾ അയാൾ പറഞ്ഞു 10,000 വട്ടം ഷുവറാണ്, ഇത് പോവിയല്ല, അത്രയ്ക്ക് ഗ്യാരണ്ടി ഉള്ളിടത്തുനിന്നാണ് ചാടുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്കത് ഫിയർ ഓവർകം ചെയ്യണമെന്നുണ്ട്. അതെന്നെ അയാൾ അങ്ങനെ ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പറഞ്ഞു ഇവർ നമ്മളെ ഒരു കാരണവശാലും ഇവർ നമ്മളെ പുഷ് ചെയ്യത്തില്ല. ഇത്രയും കാശ് മുടക്കി വന്നതല്ലേ, എന്നാൽ പിന്നെ ഒരു ഉന്ത് വെച്ച് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഈ കൊച്ചങ്ങ് ഒരു ഉന്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ കൊച്ചങ്ങ് പോട്ടെ എന്ന് വിചാരിച്ച് ഉന്തത്തില്ല. ഇവർ കൗണ്ട് ചെയ്യും, 1 2 3 എന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്യും. ആ കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചാടിക്കണം. അങ്ങനെ ആദ്യം തവണ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഒരു മെൻ്റലി ഒരു കുറച്ച് സൈക്കോളജിക്കൽ സപ്പോർട്ടൊക്കെ ഇവർ തരും. എന്നിട്ടും നമുക്ക് ചാടാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ രണ്ടാമത് ഒന്നോടെ ഒരു ചാൻസ് തരും. അത് കഴിഞ്ഞ് നമ്മൾ ചാടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ചാടിക്കുക. ആ ഒരു 2 ചാൻസ് മാത്രം നമുക്കുള്ളൂ. അപ്പോൾ ഞാൻ ആ പുള്ളിയുടെ അടുത്ത് എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു ഞങ്ങളിതിൽ എക്സ്പേർട്ടായിട്ട് പോലും ഞങ്ങൾക്ക് പോലും പേടിയാണ്, ഞങ്ങൾ ചാടി ഞങ്ങളുടെ ഫിയർ ഓവർകം ചെയ്തതാണെന്ന് പറഞ്ഞു. അന്നേരം ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് അങ്ങനെയല്ല, എൻ്റെ കാലൊക്കെ വിറയ്ക്കുന്നുണ്ടോ പുള്ളി എന്താ പറയുക. മിനിമം ഒരു 50 വട്ടയിലും ഞാൻ ചാടിയിട്ടുണ്ടാവും. പക്ഷെ ഇപ്പം ചാടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും എൻ്റെ കാല് കൂട്ടിയിടിക്കുമെന്ന് പറഞ്ഞു. ആ ഒരു ഫിയർ അയാൾക്കുണ്ട്. അപ്പം അയാൾ പറഞ്ഞു ദാറ്റ്സ് എ ബ്യൂട്ടി ഓഫ് ദിസ് ഗെയിം. അതായത് എത്ര ഇപ്പം കൊണ്ടുപോയിട്ട് വീണ്ടും ചാടാൻ കൊണ്ട് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു വിറയലുണ്ടാവും. അപ്പോൾ ഇവർ കൗണ്ട് ചെയ്തു. ഞാൻ മാത്തൻ്റെ അടുത്ത് തീർന്നു മാത്ത, ഈ ജന്മത്തിലെ ബന്ധങ്ങളൊക്കെ തീർന്നു, ഇനി നമുക്ക് വേറെ എവിടെയെങ്കിലും വെച്ച് കാണാമെന്നൊക്കെ പറഞ്ഞാണ്. എനിക്കിവിടെ ദേഷ്യം വരുമായിരുന്നു. കാരണം മാത്തൻ കുറച്ചൊക്കെ ആണെങ്കിലും പ്രഷർ ചെയ്തതും കൊണ്ടും കൂടിയാണ് ഞാൻ ഇത് ചെയ്യാനിപ്പോൾ തീരുമാനിച്ചത്. അപ്പോൾ അതിൻ്റെ അറ്റത്ത് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഇല്ല, ഇതെന്നെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല എന്ന് പറഞ്ഞു. അപ്പം പോകുന്ന സമയത്തെ മാത്തൻ പറഞ്ഞായിരുന്നു നീ ആദ്യം ചാടിക്കോ, കാരണം മാത്തൻ ആദ്യം ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ പറയും ഇനിയിപ്പം മാത്രം പോയല്ലോ, ഇനിയിപ്പോൾ ഞാൻ പോകുന്നില്ലെന്ന് ഞാൻ തിരിച്ചു പോകും. അതുകൊണ്ട് മാത്രം പറഞ്ഞു നീ ആദ്യം പൊക്കോ, ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കൂട്ടത്തിൽ നിന്ന് എൻ്റെ വെയിറ്റൊക്കെ നോക്കി എനിക്ക് പറ്റിയ എല്ലാ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് എന്നോട് ചാടിക്കോളാൻ പറഞ്ഞു. എനിക്കറിയില്ല എനിക്ക് എന്നാ ഫീൽ ചെയ്തതെന്ന്. ഒരു അലാറം മാത്രം പറയുന്ന അനുസരിച്ചാണ്, ഒരു ആംബുലൻസിൻ്റെ സൗണ്ട് ആയിരുന്നു തുടങ്ങി എന്നിട്ട് നിൽക്കുന്നതാണ് പറഞ്ഞു. ഞാനിങ്ങനെ കിടന്ന് എന്ന് പറഞ്ഞു. സാധാരണ ബെഞ്ചമിങ്ങൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു അഡ്രിനാലിൻ റഷോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് എന്നാന്നാണ് അതിൽ ഇപ്പം ആ ഒരു ചെയ്തതിൻ്റെ ഒരു ഇതായിട്ട് ബോഡിക്ക് ഇടിച്ചിട്ട് പെയിൻ ഉണ്ട് അങ്ങനെയൊക്കെയല്ലേ. എനിക്കെന്താ പ്രശ്നം ഞാൻ തൊണ്ട പോയി, ഞാൻ അല്ലറിയ ഒരു വീഡിയോ മൊത്തം അതെ. നിങ്ങൾക്കൊരു പ്രോപ്പർ ബെഞ്ചമ്പിങ് വീഡിയോ കാണണമെങ്കിൽ മാത്തൻ്റെ വീഡിയോ കണ്ടുവരും. മാത്തൻ ഭയങ്കര രസമായിട്ട് കാര്യം. പക്ഷെ മാത്തനും പേടിയുണ്ടായിരുന്നു ആദ്യത്തെ ഒരു കാലെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ
ഞാൻ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് യൂട്യൂബിൽ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു. ആരെങ്കിലും ബെഞ്ചമിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നവരുണ്ടോ? ഇതൊന്നും ആൾക്കാർ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്ന കാര്യമൊന്നും അല്ലല്ലോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു ചേച്ചി മാത്രം ഇതുപോലെ ഗോവയൊന്ന് ചാടി എൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞാൽ ചേച്ചിയുടെ ഫിയർ ചേച്ചിക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചേച്ചി ഇത് ചെയ്തതെന്ന് പറഞ്ഞു. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആകെ. പക്ഷേ ഇപ്പം എൻ്റെ എക്സ്പീരിയൻസ് വേറെ ആരും കേട്ടില്ലെങ്കിലും എനിക്ക് വേണ്ടി ഡോക്യുമെൻറ്റ് ചെയ്യുക. ഇന്ന് 20-ാം തീയതി ഫെബ്രുവരി ഞാനും മാത്തനും ചാടി. ഇനി മാത്തൻ്റെ എക്സ്പീരിയൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് 1 വേർഡ് കേൾക്കാൻ വേണ്ടി പറ്റും. ചോദിച്ചു നോക്കാവേ, എല്ലാം പറയുമോയെന്ന് അറിയാമല്ലോ. മിസ്റ്റർ മാത്യു സെബാസ്റ്റ്യൻ പറഞ്ഞ എങ്ങനെയുണ്ടായി? നല്ലതായിരുന്നു എന്ന് പറഞ്ഞാൽ പറഞ്ഞ പോലെ കാലയിലൊക്കെ കെട്ടി മാറ്റത്തേക്കൊക്കെ വിട്ടു. അറ്റത്ത് നിന്ന് കഴിഞ്ഞപ്പം 1 സെക്കൻഡ് ഒന്ന് കിളി പോയി എന്നുള്ളത്. മാത്തന്നെ പോയി. പക്ഷെ മാത്തന് എന്റർടൈൻമെന്റ് അല്ലായിരുന്നോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോയ സമയത്ത് മാത്രം ചിരിച്ചോണ്ടായിരുന്നു ഫുൾ ടൈം വരുന്നത്. ചിരിക്കാതിരിക്കുന്നത് എങ്ങനെയാ? തുടക്കം മുതൽ അവസാനം വരെ ആംബുലൻസിന്റെ സൗണ്ട് ഇട്ടേച്ച് ഒരാൾ താഴേക്ക് വെച്ച് കഴിഞ്ഞാൽ ആരായാലും ചിരിക്കും. വെളിയിൽ നിന്ന് എല്ലാവരും ചിരിക്കുമായിരുന്നു. അത് കൂടെ ഞാനും ചിരിച്ചു. ഈ ചിരി നിർത്താൻ പറ്റുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ കഴിഞ്ഞിട്ട് സെയിം വെയിറ്റ് തന്നെ ഉള്ള ഒരാളും കൂടി ചാടി, ഒരു കുട്ടി കൂടി. ആ കുട്ടി ഒരു ഒച്ചയില്ല, ഒന്നുമില്ല, ചുമ്മാ ഒന്നുമില്ലായിരുന്നു. കൂളായിട്ടാ കുട്ടി ചാടിയത്. അന്നേരം ഞാൻ ഓർത്തു ഈ സെയിം ആംബുലൻസിന്റെ സൗണ്ട് തന്നെ ഞാൻ ആലോചിച്ചു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു ഇനി ചാടുമ്പോ എന്താവുന്ന ഞാൻ വന്ന അറ്റത്ത് വന്നു കഴിഞ്ഞപ്പം ഒന്ന് പേടിച്ചു, ശരിക്കും പേടിച്ചു. കാരണം താഴേക്ക് നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. അത്രയും എൻഡിൽ വന്ന് നമ്മുടെ അങ്ങനെ നിന്നതിന്റെ ഒരു ഇതുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പൊ അവര് പറഞ്ഞു നേരെ താഴേക്ക് നോക്കരുത്, നേരെ നോക്ക് എന്ന് പറഞ്ഞ് നേരെ നോക്കി അവിടുന്ന് കൈ വിരിച്ചിട്ട് ചാടി. അപ്പൊ നോ പ്രോബ്ലം. ആ ചാടുമ്പോൾ ഫസ്റ്റ് നമ്മുടെ ബോഡിയുടെ വെയിറ്റ് എന്തോരം ഉണ്ട് അതനുസരിച്ച് സ്പീഡ് കൂടും താഴേക്ക്. അത് കഴിഞ്ഞിട്ട് 1-2 തവണ പൊങ്ങി. അങ്ങനെ നല്ല രസമാണ്, കുഴപ്പമില്ല. മാത്രം ഒരിക്കലും ട്രൈ ചെയ്യാൻ ചാൻസ് കിട്ടാൻ മാത്രം ചെയ്യുക. ഒന്നല്ല, ഞാൻ എത്ര തവണ എനിക്ക് ഇറങ്ങിയ സമയത്ത് തോന്നി. കാരണം എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? അതിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ണടച്ച് കാണുകയും കണ്ണു തോന്നുന്ന സമയത്തൊക്കെ എൻ്റെ ഒരു സങ്കല്പത്തിലുള്ള മറ്റേ പയലോകത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ മറ്റേ ചൂഴയിടുമെന്ന് പറഞ്ഞ് ഉണ്ടാക്കി വെച്ചേക്കുന്ന കുറച്ച് ഇമാജിനേഷൻ ഉണ്ടല്ലോ, അതുപോലെ ഞാൻ പോയ പോലെയായിരുന്നു. അപ്പം താഴെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇവർ പറയും നമ്മുടെ അടുത്ത് ഇന്നോലെ തന്നെ ഒരു കമ്പ് പോലത്തെ സാധനം പിടിക്കാൻ. അത് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല അത് ഇവിടുന്ന് പിടിച്ച് പൊക്കുവാണോ ചെയ്യേണ്ടത്, അല്ലാത്ത പിടിച്ച് താഴത്തേക്ക് വരുവാണോ ചെയ്യേണ്ടത്, അതുപോലും എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ മേളിൽ കയറി നിൽക്കുന്നോടം വരെ നിന്ന് ആ ഒരു സമയത്ത് വരെ എന്നെ കൂടി ഇനി പറ്റിയല്ല ഞാൻ ഇറങ്ങുകയെന്ന് പറഞ്ഞാൽ നിന്നത്. കാരണം ഞാൻ ഇവിടെ നിന്നൊക്കെ കുറേയൊക്കെ ധൈര്യം സംഭരിച്ച്, കാരണം റിസപ്ഷനിൽ ഇരിക്കുന്നവർ വരുന്നവർ പോകുന്നു. ഞാനൊരു എക്സാമിന് പോലും ഞാനൊരു മനുഷ്യൻ്റെ അടുത്ത് നിങ്ങളുടെ എക്സാം എങ്ങനെയാണ്, ഏത് ക്വസ്റ്റനാണ് ചോദിച്ചത്, നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തത്, ഞാൻ ആരുടെ അടുത്തും അങ്ങനെ ചോദിച്ചിട്ടില്ല. പക്ഷേങ്കിൽ ഈ ഒരു ബംഗി ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മാതിരി വന്നോടും പോയോടും ഒക്കെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തത്, നിങ്ങൾക്ക് എങ്ങനെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെയും മാതൻ്റെയും ബംഗി ജമ്പിങ് എക്സ്പീരിയൻസ്. ഒരു ടാറ്റ പറഞ്ഞാലോ? ബൈ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഇനി ഞാൻ ഇങ്ങനത്തെ കൂടെ ഒന്നും ചെയ്യത്തില്ല. എങ്ങാനും വല്ല ഉണ്ടെങ്കിൽ ഞാൻ വന്ന് ഡോക്യുമെന്റ് ചെയ്യാവേ. ബൈ.